പാകിസ്ഥാനിലെ മുൻ ക്രിക്കറ്റ് താരങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ഇന്ത്യ ക്രിക്കറ്റ് കളിക്കണമെന്ന് പറയുന്നത് വല്ല കാര്യമുണ്ടോ? നിങ്ങളോർക്ക് ഞാൻ എന്താണ് ഈ പറയുന്നതെന്ന്. പാകിസ്ഥാന്റെ ഭൂരിപക്ഷം മുൻ ക്രിക്കറ്റ് താരങ്ങളും സോഷ്യൽ മീഡിയകളിൽ സജീവമാണെന്നുള്ള കാര്യം നമുക്കറിയാം. ഇന്ത്യ ഏതെങ്കിലും ഒരു മത്സരത്തിന്റെ ടീം പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ പാകിസ്ഥാൻ താരങ്ങൾ തങ്ങളുടെ ജോലി തുടങ്ങുകയാണ്. ഇന്ത്യയുടെ ടീം സെലക്ഷൻ ശരിയല്ല, ഓപ്പണിംഗ് കൂട്ടുകെട്ട് ശരിയല്ല, അവിടെ തിളങ്ങാൻ സാധിക്കില്ല. ആ താരത്തിന് പകരം ഈ താരമായിരുന്നു അവിടെ ഇരുന്നെങ്കിൽ കൂടുതൽ റൺസ് അടിച്ചേനെ. ആ ബൗളർക്ക് പകരം മറ്റൊരു ബൗളറായിരുന്നു നല്ലത്. ആ പിച്ചിൽ ഈ താരത്തിന് തിളങ്ങാൻ കഴിയില്ല എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് ഇന്ത്യൻ സെലക്ഷനെ കുറിച്ച് പാകിസ്ഥാൻ താരങ്ങൾ നടത്തുന്നത്. ഈ ഏഷ്യ കപ്പിന് മുമ്പ് തന്നെയും നിരവധി കമന്റുകൾ പാകിസ്ഥാൻ താരങ്ങൾ നടത്തിയിരുന്നു. സഞ്ജുവാണ് ടീമിലെ ഏറ്റവും ദുർബലൻ എന്നാണ് ഷുഹൈബ് അക്തർ പറഞ്ഞത്. ജസ്പ്രീത് ബുംറയെ 6 സിക്സ് അടിക്കാൻ കഴിവുള്ള താരമാണ് സയീം അയ്യൂബ് എന്ന ഒരു മുൻ പാക് താരം പറഞ്ഞിരുന്നു. ആളുടെ പേര് എനിക്ക് ഓർമ്മയില്ല. ഇന്ത്യൻ ടീം തെരഞ്ഞെടുത്താൽ ഉടൻ തന്നെ പാകിസ്ഥാൻ തങ്ങളുടെ സോഷ്യൽ മീഡിയകളിൽ സജീവമാകുകയാണ്. ഈ ഇന്ത്യൻ താരം ഇത്ര റൺസ് നേടും, അല്ലെങ്കിൽ ഇത്ര റൺസിന് ഔട്ട് ആവുന്നൊക്കെ പല പ്രവചനങ്ങളും അവർ നടത്താറുണ്ട്. എന്നാൽ ഇതിൽ മിക്കതും നടക്കാറില്ല എന്നുള്ളതാണ് സത്യം. ഇന്ത്യ പാകിസ്ഥാനോട് തോൽക്കും, ഇന്ത്യ ആ ടീമിനോട് തോൽക്കും എന്നിങ്ങനെയൊക്കെയുള്ള പ്രവചനങ്ങളൊക്കെ നടത്തുന്ന പാക് താരങ്ങളെ നമ്മൾ കാണുന്നതാണ്. എന്തായാലും ഇന്ത്യൻ ടീം കുറെ നാൾ കളിക്കാതിരുന്നാൽ ഇവർക്ക് പണിയൊന്നുമില്ലാതെ വീട്ടിലിരിക്കേണ്ട അവസ്ഥയാണുള്ളത്.